തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങി. പ്രദേശത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ വനംവകുപ്പ് വാച്ചർമാർ ഇടപെട്ട് മാറ്റുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, തൃശൂർ അതിരപ്പള്ളി എന്നത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്ലാന്റേഷൻ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. പ്രദേശത്ത് നേരത്തെയും ആനകൾ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ തന്നെ നൽകിയതാണ്. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതായത് ഇന്നിപ്പോൾ 4 കാട്ടാനകളാണ് ഈ പരിസരത്ത്, അതായത് പ്ലാന്റേഷൻ മേഖലയിലെ 17ാം ബ്ലോക്കിലാണ് കാട്ടാനകൾ റോഡിനോട് ചേർന്നുള്ള വശത്ത് എണ്ണപ്പന കുത്തിമറിച്ചിട്ട ശേഷം അത് തിന്നുകയായിരുന്നു. ആ മേഖലയിൽ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ എല്ലാ സമയത്തും യാത്ര ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇവിടെ വാഹനങ്ങൾ നിർത്തുകയോ ആനകൾക്കടുത്തേക്ക് പോവുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ പലപ്പോഴും ആളുകൾ അവിടെ നിർത്തി ആനകളുടെ ഫോട്ടോ എടുക്കാനും മറ്റുമെല്ലാം തന്നെ നിർത്താറുണ്ട്. ഇതും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. വനംവകുപ്പ് വാച്ചർമാർ ഇടപെട്ട് ഈ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ഈ വനംവകുപ്പ് വാച്ചർമാരോട് തട്ടിക്കയറുകയും ആ മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുകയും ആനകളെയൊക്കെ നോക്കി അവിടെ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യം ഉള്ളതാണ്. 4 കാട്ടാനകളാണ് ഈ എണ്ണപ്പന കുത്തിമറിച്ചിട്ട ശേഷം അത് ഭക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നിലയുറപ്പിച്ചിരുന്നത്. റോഡിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണ്. ഈ മേഖലയിൽ പലപ്പോഴും ഈ വാഹന ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. ആനകൾ എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിടുകയൊക്കെ തന്നെ ചെയ്യുമ്പോൾ അത്തരത്തിൽ വാഹന ഗതാഗതം എല്ലാം തന്നെ തടസ്സപ്പെടാറുണ്ട്. എന്തായാലും ഇന്ന് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അതേസമയം തന്നെ ആനകൾ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആനകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. വനംവകുപ്പ് വാച്ചർമാർ സ്ഥലത്ത് തന്നെയുണ്ട്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിലാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്.